ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തോ ചെയ്താൽ ഈ രണ്ട് തോട, ഒന്ന് ബാക്കിലും ഒന്ന് ഫ്രണ്ടിലും, ഈ രണ്ട് തോട് ഒരേ ലെവലിലാണ് നിറയുമ്പോഴേക്ക് വീടുകളിൽ ആ തോട്ടിൽ നിന്ന് ഒഴുകി പോകണമെങ്കിൽ നമ്മൾ ഈ 4 മണിക്കാർക്ക് ചെട്ടുമുക്ക് ഇങ്ങോട്ട് കയറി വരും 4 മണിക്കാരുണ്ട്. ഇത് നമുക്ക് പമ്പയാറിലാണ് ഈ തോടി എന്ന് അവസാനിക്കുന്നത്. ഈ തോട് നല്ലൊരു പ്രോജക്റ്റ് വെച്ച് വൃത്തിയായിട്ട് കെട്ടി വെടുപ്പാക്കിയെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിയത്തുള്ളൂ. ഡ്രെയിനേജ് സംവിധാനം ഭയങ്കര രൂക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. വെള്ളം മലിനമാകുന്നുണ്ട്, ബാത്റൂം മലിനമാകുന്നുണ്ട്. നമുക്ക് വീട്ടിലെല്ലാം ഈർപ്പം ഇങ്ങനെ തങ്ങി കിടക്കും. അപ്പോൾ ഈ തോട് ഏതാണ്ട് ഒരു 6 മീറ്റർ വീതി ഒരു തോടിന്, 4 മീറ്ററാണ്. ഈ 2 തോടുകൾ ഫലപ്രദമാക്കാമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാം. അത് ചെയ്യണം. നല്ലൊരു പ്രോജക്റ്റ്. ഇപ്പം നമുക്ക് MLA ഉണ്ട്, നമുക്ക് MP ഉണ്ട്, നമുക്ക് ജില്ലാ പഞ്ചായത്തുണ്ട്, നമുക്ക് പഞ്ചായത്തുണ്ട്. ഏകദേശം തേമൂട്ടുമൺ ഇതുപോലൊരു കോളനിയുണ്ട്. അവിടെ 30 വീട്ടുകാരുണ്ട്. ഇവിടെ 40-45 വീട്ടുകാരോളം. ഇത്രയും ആളുകളും എല്ലാ വർഷവും പറക്കിക്കെട്ടാവും. നമുക്ക് ഇത് കഴിയുമ്പോൾ ഇറിഗേഷനെ കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് എടുപ്പിച്ചിട്ട് അതെ, നമ്മള് പിന്നെ കേന്ദ്ര ഫണ്ട് വെച്ചൊരു ശകലം കെട്ടിയായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ബാക്കി ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രയോജനം വന്നില്ല. അങ്ങും ഇങ്ങും ഒക്കെ അതെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6ന്റെ ഒരു 3-1 വരും. അതുകൊണ്ട് അത് കൃത്യമായില്ലെങ്കിൽ നമുക്ക് പറ്റും. ശരി, എവിടെ